Hi guys. Hi. Hi. Welcome back to my channel. അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഗെയിമിംഗ് വീഡിയോയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ഈ ഗ്ലാസിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിനകത്ത് സ്വീറ്റ്സ് ആണ്, കുറേ മിഠായികളുണ്ട്. ഓരോ ഗ്ലാസ്സിലും ചില ഗ്ലാസ്സിൽ 1, ചില ഗ്ലാസ്സിൽ 2, ചില ഗ്ലാസ്സിൽ 1 ഉണ്ടാവില്ല, ചില ഗ്ലാസ്സിൽ 10 എണ്ണം ഉണ്ടാവും. അങ്ങനെ അത് എത്ര എണ്ണമാണെന്ന് നമുക്ക് കമഴ്ത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് അറിയില്ല. പിന്നെ ഇവർക്ക് ലോട്ട് എടുക്കാനുള്ള പേപ്പറും വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഓരോന്ന് ലോട്ട് എടുക്കാം. അതിൽ കിട്ടുന്ന നമ്പർ എത്രയാണോ ആ നമ്പറിലുള്ള ഗ്ലാസ് അവർക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ആരാണോ ആ ലോട്ട് എടുക്കുന്നത് അവർക്ക് ആ ഗ്ലാസ്സിനകത്തുള്ള മിഠായികൾ എടുത്തു വയ്ക്കാം. ഈ ഗെയിം തീരുമ്പോൾ ഓരോരുത്തർക്കും എത്ര മിഠായി വീതം കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം ഏറ്റവും കൂടുതൽ മിഠായി കിട്ടിയത് ആരാണോ അവരാണ് ഇത് വിൻ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ലോട്ട് എടുക്കാൻ പോകുന്നത് ഇച്ചു ആണ്. ഇച്ചുവിന് എത്ര നമ്പറാണ്, ഏത് നമ്പറാണ് ഇച്ചുവിന് കിട്ടിയേക്കണതെന്ന് നമുക്ക് നോക്കാം. ഇച്ചു വേഗം ഓപ്പൺ ചെയ്ത് നോക്കിയേ ഏതാ നമ്പറെന്ന്. തിരിച്ച് കാണിച്ചു തരണം കേട്ടോ ഏത് നമ്പറാണെന്ന്. ഏത് നമ്പറാണ്? 3 ആണ്. നീ എന്താ 4 എന്ന് കാണിച്ചത്? 3 ആണ് നമ്പർ. ഓക്കെ, അപ്പോൾ നമ്പർ 3 എന്ന് എഴുതിയ ഗ്ലാസിൻ്റെ അടിയിൽ നമുക്ക് എത്ര മിഠായി ഉണ്ടെന്ന് നോക്കാം. അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് 4 മിഠായികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ലോട്ടിൽ ഇച്ചുവിന് കിട്ടിയ 3ാമത്തെ നമ്പറിൽ 4 മിഠായികൾ കിട്ടി. ഇത് ഇച്ചുവിൻ്റെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നെക്സ്റ്റ് ടേൺ കുഞ്ഞാറ്റയുടെയാണ്. അവൾക്ക് ഏത് നമ്പറാണ് കിട്ടുന്നതെന്ന് നോക്കാം. അവൾക്ക് 10 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 10ൻ്റെ ബോക്സിൽ 10ൻ്റെ ഗ്ലാസ്സിൽ നമുക്കുള്ളത് എത്ര മിഠായികളുണ്ടെന്ന് അറിയില്ല. ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടി കൗണ്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ടേൺ ഇച്ചുവിൻ്റെ ആണ്. ഇച്ചു ഇത് ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് കാണിച്ചു തരണം കേട്ടോ. ഓക്കെ, ഏത് നമ്പറാണെന്ന് നോക്കാം. ഏത് നമ്പറാണ്? 6 ആണ് ഇച്ചുവിന് കിട്ടിയേക്കണത്. 6ൽ എത്ര മിഠായികളുണ്ടെന്ന് നോക്കാം. ഒരുപാട് മിഠായികളുണ്ട് ഈ പ്രാവശ്യം. ആദ്യം കിട്ടിയതിനേക്കാളും കൂടുതൽ മിഠായികൾ 6 എന്ന് പറഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ലാസ്റ്റാണ് കേട്ടോ ഇത് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 6 എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ മാറ്റി. ഇനി കുഞ്ഞാറ്റയുടെ ടേൺ ആണ്. അപ്പോൾ അവൾക്ക് ഏത് നമ്പറാണ് ലോട്ടിൽ നിന്ന് കിട്ടുന്നതെന്ന് നോക്കാം. എടുക്കുവരണം. നമ്പർ ഇങ്ങോട്ട് കാണിച്ചു തരണം. എത്രയാണ് കിട്ടിയേക്കുന്നത്? 1 ആണ്. 1 എന്ന് പറഞ്ഞ ഗ്ലാസ്സിൽ ഒരു മിഠായിയാണ് ആകെ ഉള്ളൂ. അപ്പോൾ അവൾക്ക് നഷ്ടമാണ്. ആദ്യം കിട്ടിയതിൽ കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ കിട്ടിയതിൽ ആകെ ഒരു മിഠായിയാണ് അവൾക്ക് കിട്ടിയുള്ളൂ. ഇനി നെക്സ്റ്റ് ടേൺ ഇച്ചുവിൻ്റെ ആണ്. ഇച്ചു ഒരെണ്ണം എടുക്ക്. ഓക്കെ, ഒരെണ്ണം ഏതാണ് നമ്പർ നോക്കാം. നമ്പർ 9 ആണ് ഇച്ചുവിന് കിട്ടിയേക്കണത്. അപ്പോൾ നമുക്ക് 9th ക്ലാസ്സിൽ എത്ര മിഠായികളുണ്ടെന്ന് നോക്കാം. 9th ക്ലാസ്സിൽ കുറവാണ്, 2 മിഠായി ഉണ്ടായിരുന്നുള്ളൂ. സാറില്ല. നെക്സ്റ്റ് ടേൺ കുഞ്ഞാറ്റയുടെ ആണ്. നെക്സ്റ്റ് ടേൺ എത്രയാണ് കുഞ്ഞാറ്റയുടെ നമ്പർ? 4 ആണ്. 4ലൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞാറ്റയ്ക്ക്. ഭയങ്കര നഷ്ടമായിപ്പോയി. ഒരു മിഠായി പോലും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇനി ആകെ ഉള്ളത് 4 ടേണും കൂടിയാണ് ഇനി ആകെ ഉള്ളൂ. ഏത് നമ്പറാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, തിരിച്ച് കാണിച്ചതാ. ഓക്കെ, അത് 8 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇച്ചുവിന് ഇപ്രാവശ്യം നല്ല ഭാഗ്യമുണ്ട്. ഇച്ചുവിന് ഒരുപാട് മിഠായികൾ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ടേൺ കുഞ്ഞാറ്റയുടെ ആണ്. ഇനി 3 നമ്പേഴ്സും കൂടി ഉള്ളൂ. അവൾ ഏതാണ് എടുക്കുന്നതെന്ന് നോക്കാം. ടു ആണ് അവൾക്ക് കിട്ടിയത്. അതിനകത്തൊന്നുമില്ല, കാലിയായിരുന്നു. 2 പ്രാവശ്യം ഇപ്പം ഒന്നും അവൾക്ക് കിട്ടിയിട്ടില്ല മിഠായി. നെക്സ്റ്റ് ഇച്ചുവിൻ്റെ ആണ്. ഇച്ചു അതിന് മുമ്പേ തന്നെ 5 എടുക്കാൻ പോവാണ്. ഇച്ചുവിന് കിട്ടുന്ന ലോട്ടിൽ കിട്ടുന്ന നമ്പർ ഏതാണെന്ന് നോക്കാം. അതേതാണ്? 7 ആണ് ഇച്ചുവിന് കിട്ടിയേക്കുന്ന നമ്പർ. അപ്പോൾ 7th 2 മിഠായി ഉണ്ട്.
അതും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റിന് ഈ ലോട്ട് ഇട്ടില്ലെങ്കിലും സാരമൊന്നുമില്ല, കാരണം ലാസ്റ്റ് 5 ഒരു ഗ്ലാസ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് എത്ര മിഠായി ഉണ്ടെന്നോ, അതിനകത്ത് ഒരു മിഠായിയാണ് ആകെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മിഠായി കിട്ടിയിരിക്കുന്നത് ഇച്ചുവിനും കുറവ് മിഠായി കിട്ടിയേക്കുന്നത് കുഞ്ഞാറ്റയ്ക്കുമാണ്. എന്നാലും നമുക്കിതൊക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് കുഞ്ഞാറ്റയ്ക്ക് എത്ര മിഠായി കിട്ടിയെന്ന് നോക്കാം. 6, 7, 8, 9, 10 മിഠായിയാണ് ആകെ കുഞ്ഞാറ്റയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. 10 മിഠായി. ഇനി നമുക്ക് ഇച്ചുവിന് എത്ര മിഠായി കിട്ടിയിട്ടുണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22. ഇത്രയും മിഠായികൾ ഇച്ചുവിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഈ ഗെയിമിനകത്ത് വിൻ ചെയ്തേക്കുന്നത് ഇച്ചുവാണ്. ഇച്ചുവിന് കൂടുതൽ മിഠായികൾ ഈ തവണ ഈ ഗെയിമിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിൻ ചെയ്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ് ഈ ടോയ്. അപ്പോൾ ഇത് ഈ തവണത്തെ ഗെയിമിൽ വിൻ ചെയ്തേക്കുന്നത് ഇച്ചുവാണ്. അപ്പം ഇച്ചുവിനാണ് ഈ ടോയ് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇച്ചുവിന് ഇഷ്ടമായിട്ടുണ്ട് അത്. അപ്പോൾ കുഞ്ഞാറ്റ അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടുപേരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. പാവോടെ വെച്ചിട്ട് രണ്ടുപേരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.